സിസ്റ്റർ ഗ്രേസി കോശി ലൈനിലുണ്ട്. ഗാനങ്ങൾ ആലപിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു പഴയ പാട്ടാണ് പാടുന്നത്. കർത്താവിന്റെ നാമത്തെ എല്ലാവർക്കും എൻ്റെ വന്ദനം അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കാരുണ്യതാതെ നല്ലയോ നീ, ജീവൻ കൊടുത്ത മെയ്പരം നീ, ഏഴയിന്നപേക്ഷയെല്ലാം നൽകുവാൻ വാനിൽ ജീവിക്കുന്ന നിന്നെ വാഴ്ത്തും ഞാൻ. ഏഴയിന്നപേക്ഷയെല്ലാം നൽകുവാൻ വാനിൽ ജീവിക്കുന്ന നിന്നെ വാഴ്ത്തും ഞാൻ. ഓ നിരാശയിൽ പതിച്ചിടുന്ന നാളതിൽ, ഓ താണു താണു പോയിടുന്ന വേളയിൽ താങ്ങി നടത്തുന്നല്ല നാഥനായി, മാർവോടണയ്ക്കുമെന്നെ പ്രേമമായി, വ്യാകുലങ്ങൾ നീക്കി ശക്തിയേകുവാൻ വാനിൽ ജീവിക്കുന്ന നിന്നെ വാഴ്ത്തും ഞാൻ. വ്യാകുലങ്ങൾ നീക്കി ശക്തിയേകുവാൻ വാനിൽ ജീവിക്കുന്ന നിന്നെ വാഴ്ത്തും ഞാൻ. കാരുണ്യതാതനല്ലയോ നീ, ജീവൻ കൊടുത്ത മെയ്പരം നീ, ഏഴയിന്നപേക്ഷയെല്ലാം നൽകുവാൻ വാനിൽ ജീവിക്കുന്ന നിന്നെ വാഴ്ത്തും ഞാൻ. ഓ ശാശ്വതം നിന്നാമമെത്ര മാധുര്യം, എന്നാശ്രയം നീ എന്നെ എന്തൊരാനന്ദം, തുള്ളുന്നെന്നുള്ള മിഞ്ഞ് നന്ദിയാ, ഉന്നത വാഗ്ദത്തങ്ങൾ ഓർക്കവേ, ഇന്നലെയും ഇന്നുമേ അനന്യനായി വാനിൽ ജീവിക്കുന്ന നിന്നെ വാഴ്ത്തും ഞാൻ. ഇന്നലെയും ഇന്നുമേ അനന്യനായി വാനിൽ ജീവിക്കുന്ന നിന്നെ വാഴ്ത്തും ഞാൻ. കാരുണ്യതാതനല്ലയോ നീ, ജീവൻ കൊടുത്ത മെയ്പരം നീ, ഏഴയിന്നപേക്ഷയെല്ലാം നൽകുവാൻ വാനിൽ ജീവിക്കുന്ന നിന്നെ വാഴ്ത്തും ഞാൻ. ഏഴയിന്നപേക്ഷയെല്ലാം നൽകുവാൻ വാനിൽ ജീവിക്കുന്ന നിന്നെ വാഴ്ത്തും ഞാൻ. എത്രയും വിശ്വസ്തനാമൻ സ്നേഹിതൻ, കഷ്ടകാലത്തെന്നെ കൈവിടാത്തവൻ, വേമ്പുന്ന ഭക്തരാഗമാനവും നെഞ്ചും വിരിച്ചു രക്തം ചിന്തുവാൻ, ജീവനെ ത്യജിപ്പവർക്ക് മായി വിഭോ
വാനിൽ ജീവിക്കുന്ന നിന്നെ വാഴ്ത്തും ഞാൻ. ജീവനെ ത്യജിപ്പവർക്കുമായി വിഭോ, വാനിൽ ജീവിക്കുന്ന നിന്നെ വാഴ്ത്തും ഞാൻ. കാരുണ്യസാധ്യനല്ലയോ നീ, ജീവൻ കൊടുത്ത മെയ്പെറും നീ. ഏഴയിന്നപേക്ഷയെല്ലാം നൽകുവാൻ വാനിൽ ജീവിക്കുന്ന നിന്നെ വാഴ്ത്തും ഞാൻ. ഏഴയിന്നപേക്ഷയെല്ലാം നൽകുവാൻ വാനിൽ ജീവിക്കുന്ന നിന്നെ വാഴ്ത്തും ഞാൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഗ്രേസ് സിസ്റ്ററിന് വന്ന് പാട്ട് പാടുവാൻ ദൈവം സഹായിച്ചല്ലോ. അനുഗ്രഹിക്കപ്പെട്ട ഗാനം ആലപിപ്പാന് നമ്മുടെ കഷ്ടകാലത്ത് നമ്മളെ കൈവിടാത്ത ദൈവം, നമ്മുടെ അപേക്ഷയെല്ലാം കേട്ട് നമ്മൾക്ക് അതിനുള്ള മറുപടി നൽകുന്ന ദൈവം ജീവിക്കുന്നുവെന്ന് പാട്ടിലൂടെ പാടുവാൻ ദൈവം സഹായിച്ചല്ലോ. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ, കുടുംബത്തെ ദൈവം മാനിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം സ്തോത്രം. നമുക്ക് അടുത്തതായിട്ട് ദൈവത്തിന്റെ വചന ശുശ്രൂഷയ്ക്കായിട്ടുള്ള സമയമാണല്ലോ. ഈ പ്രയർ ലൈനിലൊക്കെ ബ്രദർ ലിജു കുഴിമറ്റത്തിൽ നമ്മുടെ പ്രയർ ലൈനിലുണ്ടല്ലോ. ഇപ്പോൾ വചന ശുശ്രൂഷയ്ക്കായിട്ട് സമയം നമുക്ക് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം ദൈവവചനവുമായി നിങ്ങളുടെ നടുവിൽ നിൽക്കുവാൻ ദൈവം നൽകിത്തുന്ന ഭാഗ്യത്തെ ഓർത്ത് ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ അവസരം ഒരുക്കിത്തുന്ന സാജൻ ബ്രദറിനോട് എന്റെ നന്ദി തരണത്തിൽ അറിയിക്കുന്നു. ഇവനെ ഏൽപ്പിച്ച ദൂത് തടവറയിലെ വിടുതൽ എന്നൊരു വിഷയമാണ്. പ്രാരംഭമായ ഉൽപ്പത്തി പുസ്തകം 48 22, 23, 24 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. യോസഫ് ഫലപ്രദമായ വൃക്ഷം, നീരുറവനരികെ ഫലപ്രദമായൊരു വൃക്ഷം തന്നെ. അതിന്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരുന്നു. വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു, അവനെ എയ്തു, അവനോട് പൊരുതു. അവന്റെ വില്ല് ഉറപ്പോടെ നിന്നു. അവന്റെ ഭുജം യാക്കോബിന്റെ വല്ലഭന്റെ കൈയാൽ ബലപ്പെട്ടു. ഇസ്രായേലിന്റെ പാറയായ ഇടയന്റെ നാമത്താൽ തന്നെ. പ്രൈസ് ദി ലോർഡ്. സാധാരണ കുറ്റം ചെയ്യുന്നവർ തങ്ങളുടെ സ്വാതന്ത്ര്യത്തെ വിച്ഛേദിപ്പിച്ചുകൊണ്ട് പാർപ്പിക്കുന്ന സ്ഥലമാണ് തടവറ. എന്നാൽ ചരിത്രം നാം പഠിക്കുമ്പോൾ അന്യായമായി തെറ്റ് ചെയ്യാതെ തടവറയിൽ അകപ്പെട്ട അനേകരെ നമുക്ക് കാണുവാൻ സാധിക്കും. വേദപുസ്തകം നാം പഠിക്കുമ്പോഴും അനേകരെ നമുക്ക് കാണുവാൻ സാധിക്കും. യോസഫും പത്രോസും പൗലൂസും ഒക്കെ അതിനൊരു ഉദാഹരണമാണല്ലോ. എന്നാൽ തടവറയിൽ പാർക്കുന്ന അവരുടെ ഒരു പ്രത്യേകത, റിസൾട്ട് ഒന്നെങ്കിൽ അവർ ഒരു കുറ്റവാളിയിൽ നിന്ന് വലിയൊരു കുറ്റവാളിയായി മാറും, അല്ലെങ്കിൽ ഒരു മാനസാന്തരമാണ്. ഈ രണ്ട് പ്രക്രിയയാണ് തടവറയിലൂടെ നടക്കുന്നത്. എന്നാൽ എന്റെ വിഷയം അതല്ലാത്തതുകൊണ്ടും ഈ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നേരിടുന്ന തടവറകളെ ഒന്ന് തൊടുവാനാണ് ഞാൻ ദൈവാത്മാവിൽ ശരണപ്പെടുന്നത്. നിങ്ങൾ പ്രാർത്ഥനയോടെ ഇരിക്കുന്നത് നിശ്ചയമായി നമുക്കൊരു വിടുതൽ ഇന്ന് രാത്രികാലം ദൈവം നൽകി തരും. നമ്മുടെ ജീവിതം വിജയം കൈവരിച്ചവരെ എല്ലാവരുടെയും ജീവിതം നാം പഠിക്കുമ്പോൾ അവരെല്ലാം കടന്നു പോയ ഒരു തടവറ, അല്ലെങ്കിൽ ഒരു പ്രതികൂല സാഹചര്യങ്ങൾ അതിജീവിച്ച് ആണ് അവർ ജീവിത വിജയം കൈവരിച്ചത് നമുക്ക് കാണുവാൻ സാധിക്കും. വേദപുസ്തകം നാം പഠിക്കുമ്പോൾ തടവറകളെ അതിജീവിച്ച ദർശനം അവർ നിറവേറ്റിയ അനേക വിശ്വാസ വീരന്മാരെ നമുക്ക് കാണുവാൻ സാധിക്കും. അതിന് ഒരു ഉദാഹരണമാണ് നാം പ്രാരംഭത്തിൽ വായിച്ച യോസഫ് നീരുറവനരികെ ഫലപ്രദമായ വൃക്ഷമാകുവാൻ കാരണം അവനോട് വിഷമിപ്പിച്ച് അവനോട് എതിർത്ത് നിന്ന അനേകരുടെ നടുവിൽ അതിനെ അതിജീവിച്ച ദർശനത്തെ പൂർത്തീകരിച്ചുകൊണ്ടാണ് യോസഫ് ഫലപ്രദമായ ഒരു വൃക്ഷമായി തീരുവാൻ തക്കണമിടയായി തീർന്നു. ദർശനത്തിന് വേണ്ടി മുൻപോട്ട് പോയ യോസഫ് അഭിമുഖീകരിക്കപ്പെട്ട അനേക തടവറകൾ നമുക്ക് കാണുവാൻ സാധിക്കും, അല്ലെങ്കിൽ വൈഷമ്യ ഘട്ടങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്നാമത്, തന്റെ ദർശനത്തെ ആദ്യം വിവരിച്ചത് തന്റെ മാതാപിതാക്കളോടും സഹോദരന്മാരോടും. ആ മാതാപിതാക്കളും പിതാവും സഹോദരന്മാരും
തന്റെ ദർശനത്തെ അടിച്ചമർത്തുവാൻ ശ്രമിക്കുന്നത് നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുവാൻ സാധിക്കും. തന്റെ മാതാപിതാക്കന്മാരോടും സഹോദരന്മാരോടും തന്റെ യോസേഫിന്റെ ദർശനത്തെ വിവരിച്ചപ്പോൾ അവർ അതിനെ അടിച്ചമർത്തുവാൻ ശ്രമിച്ചു. സഹോദരന്മാർ തന്നെ അവർ അതിനെ യോസേഫിനെ പിടിച്ച് പൊട്ടക്കിണറ്റിലിട്ടു. ആ പൊട്ടക്കിണറ്റിൽ നിന്നും യോസേഫ് വീണ്ടും അനുഭവിക്കേണ്ടി വന്നത് ഒരു പ്രലോഭനത്തിന്റെ തടവറയാണ്. ആ പൊത്തിഫേറിന്റെ വീട്ടിലെ ഒരു പ്രലോഭനത്തിന്റെ തടവറയിൽ യോസേഫ് അകപ്പെട്ടു. പിന്നീട് കാരാഗ്രഹത്തിന്റെ പീഡനത്തിലൂടെ യോസേഫ് കടന്നു. ഇവയൊന്നും യോസേഫിന്റെ ദർശനത്തെ ഇല്ലായ്മ ചെയ്യുവാൻ കഴിഞ്ഞില്ല. യോസേഫ് അതിനെയെല്ലാം അതിജീവിച്ചു. യോസേഫ് തന്റെ ദർശനത്തെ പൂർത്തീകരിക്കുവാൻ തക്കണം ഇടയായി തീർന്നു. ഇന്ന് രാത്രികാലം നമ്മുടെ ദർശനത്തെ പൂർത്തിയാക്കുവാൻ കഴിയാതോണം എന്നെയും നിങ്ങളെയും തടഞ്ഞു വെച്ചിരിക്കുന്ന തടവറയിൽ നിന്നും ഞാനും നിങ്ങളും ഇന്ന് രാത്രികാലം ഒരു വിടുതൽ പ്രാപിക്കുവാൻ നമ്മളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ദർശനത്തെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു 6 തടവറകളെ ഒന്ന് തൊടുവാൻ ഞാൻ ഇന്ന് രാത്രികാലം ദൈവാത്മാവിൽ ശരണപ്പെടുന്നു. ഒന്നാമതായി അനീതിയുടെ തടവറ, 2 നിന്ദയുടെ തടവറ, 3 ജഡാഭിലാഷത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ശാരീരികമായ അഭിലാഷ അല്ലെങ്കിൽ ആഗ്രഹത്തിന് വേണ്ടി നമ്മൾ തടവറ, 4 സാഹചര്യത്തിന്റെ തടവറ, 5 ഒതുക്കപ്പെടലിന്റെ തടവറകൾ, 6 ഒരുക്കപ്പെടലിന്റെ തടവറ. എന്താണ് അനീതിയുടെ തടവറ? ഒന്ന് ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്ന ഈ ലോകത്തിൽ ന്യായത്തോടും നീതിയോടും ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ആ ദൈവതൽ നേരിടുന്നത് അനീതി, അനേക അനീതി. നമ്മൾ ഇപ്പോൾ തന്നെയാണെങ്കിലും പ്രോസിക്യൂഷന് വേണ്ടിയാണല്ലോ നമ്മൾ പ്രയറിൽ നടത്തുന്നത്. അനേകർ അവരൊന്നും കുറ്റവാളികളായിട്ടല്ല അവരൊക്കെ തടവറയിൽ പോകുന്നത്. എന്നാൽ ഈ ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നതുകൊണ്ട് അവരുടെ അധികാരം അവരെ പിടിച്ചേൽപ്പിക്കുന്നു. അവർ അനീതിയുടെ തടവറയിൽ കിടക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ലോകത്ത് പൊത്തിഫേറിന്റെ ഭാര്യയുടെ പ്രലോഭത്തിന് വഴങ്ങിയാണ് യോസഫ് തടവറയിൽ അകപ്പെട്ടത്. വെളിച്ചപ്പാടത്തിയുടെ ഭൂതത്തെ പുറത്താക്കിയതിന് തടവറയിൽ അകപ്പെട്ട പൗലോസും, ഹെരോദാവിനെതിരായി നീതി വിളിച്ചു പറഞ്ഞതിന് തടവറയിലാക്കപ്പെട്ട യോഹന്നാനെയൊക്കെ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ അനേകരെ നമുക്ക് വേദപുസ്തകത്തിൽ എടുത്തു പറയുവാണെങ്കിൽ അനേകരെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്ന് രാത്രികാലം ലോകത്തിന്റെ അനീതിയെ നാം നേരിടുമ്പോൾ ദൈവാത്മാവിനെ പഠിപ്പിച്ചൊരു കാര്യമാണ്. നാം ലോകത്തിന്റെ അനീതിയെ നേരിടുമ്പോൾ നാം ദർശനത്തിന് വേണ്ടിയാണ് നിൽക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ നീതി അവിടെ വെളിപ്പെടുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ലോകത്തിന്റെ അനീതിക്കെതിരെ വെളിപ്പെടുന്നത് ദൈവത്തിന്റെ നീതിയാണ് എന്ന് നാം മറന്നു പോകരുത്. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ അല്ലെങ്കിൽ ദൈവത്തിന്റെ വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോൾ അവർ നേരിടേണ്ടി വന്ന വീട്ടുകാരുടെയും നാട്ടുകാരുടെയും സമൂഹത്തിന്റെയും അനീതി അവർ നേരിടേണ്ടി വന്നു. എന്നാൽ തലമുറകൾ ദൈവനീതി കണ്ട സന്തോഷിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം ലോകത്തിന്റെ അനീതിയെ പ്രാർത്ഥനയോടെയും ക്ഷമയോടെയും കാത്തിരിക്കുവാൻ നാം തയ്യാറായാൽ ദൈവനീതി നിശ്ചയമായി വെളിപ്പെടുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്തതായിട്ട് നിന്ദയുടെ തടവറ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പാർക്കുന്ന ഒരു സമൂഹത്തിൽ, പ്രത്യേകിച്ച് നാട്ടിലൊക്കെ താമസിക്കുന്നവർക്കറിയാം, നമ്മൾ ഒരു സമൂഹത്തിൽ താമസിക്കുമ്പോൾ ആ സമൂഹം നമ്മളെ ഒരു നിന്ദയുടെ തടവറയിലേക്ക്, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ഇത്രേ കൊള്ളത്തുള്ളൂ, നമ്മളെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല, അങ്ങനെ ഒരു സ്റ്റാമ്പ് ചെയ്ത് അല്ലെങ്കിൽ നമ്മളെ പലരെയും അല്ലെങ്കിൽ നമ്മളെ നിന്ദിച്ച് തള്ളിയവരുടെ നടുവിൽ ഇത്രത്തോളം നമ്മളെ മാനിച്ച് നമ്മളെ നടത്തുന്ന ദൈവത്തിന്റെ കൃപയോർത്ത് നന്ദിയോടെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം നേരിടുന്ന ഒരു തടവറ, ഞാൻ വേഗത്തിൽ പറഞ്ഞുകൊട്ടെ, നാം നേരിടുന്ന 2ാമത്തെ തടവറയാണ് നിന്ദയുടെ തടവറ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം നിന്ദയുടെ നടുവിൽ നീ കണ്ണുനീരൊഴുക്കുവാൻ തയ്യാറായാൽ ദൈവം നമ്മളെ മാനിക്കുക തന്നെ ചെയ്യും. നമ്മുടെ നിന്ദയെ മാന്യതയാക്കുവാൻ ശക്തനായവൻ നമ്മുടെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. 3, ജഡാഭിലാഷത്തിന്റെ തടവറ. നമ്മൾ ജഡത്തെ സ്നേഹിക്കുക നിമിത്തം, അല്ലെങ്കിൽ ഭൗതികത്തെ അല്ലെങ്കിൽ ലോകത്തെ സ്നേഹിക്കുക നിമിത്തം, അല്ലെങ്കിൽ നമ്മൾ അതിന്റെ ഒരു അഭിലാഷത്തിൽ
അല്ലെങ്കിൽ അതിന്റെ ഒരു ആഗ്രഹത്തിൽ നാം പെട്ടുപോകുന്ന ഒരു തടവറയാണ് ജഡാഭിലാഷത്തിന്റെ തടവറ. പ്രൈസ് ദി ലോർഡ്. റോമർ 7:22 24 ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ ലോകത്തെ സ്നേഹിച്ചു പോയ ദേമാസിനെ നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ അനേകർ ലോകത്തെ സ്നേഹിച്ച് ഹല്ലേലൂയ തങ്ങളുടെ ദൈവിക ദർശനത്തെ പൂർത്തീകരിക്കുവാൻ കഴിയാതെ വണ്ണം നഷ്ടപ്പെട്ടു പോയവരെ നമുക്ക് കാണുവാൻ സാധിക്കും. നാലാമതായിട്ട് സാഹചര്യങ്ങളുടെ തടവറ. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനം 137 സങ്കീർത്തനം നമ്മളിങ്ങനെ വായിക്കുന്നു. ഹല്ലേലൂയ. 137 നമ്മളിങ്ങനെ വായിക്കുന്നു, ഞങ്ങൾ യഹോവയുടെ ഗീതം അന്യദേശത്ത് പാടുന്നത് എങ്ങനെ. പ്രൈസ് ദി ലോർഡ്. അല്ലെ, നമ്മൾ ആ 137 സങ്കീർത്തനം വായിക്കുമ്പോൾ അന്യദേശത്ത് അല്ലെങ്കിൽ ഒരു സാഹചര്യം, ഒരു ആരാധിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് വേറൊരു സാഹചര്യത്തിലേക്ക് പറ്റുപോയ അല്ലെങ്കിൽ ആയിപ്പോയ ഇസ്രായേൽ മക്കളുടെ ഒരു ഗീതമായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. അല്ലെങ്കിൽ അവരുടെ എല്ലാം അവരുടെ സംഗീത ഉപകരണങ്ങളെല്ലാം അലറി വൃക്ഷത്തിൽ കെട്ടിത്തൂക്കിയിട്ടുണ്ട്. അന്യദേശത്ത് ഞങ്ങൾ എങ്ങനെ പാടും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഒരു തലമുറയ്ക്ക് മുമ്പ് നമ്മൾ ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ ആ കുടുംബ പ്രാർത്ഥനകളും പാട്ടും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അന്യദേശത്ത് നമ്മളെ ദൈവം മാനിച്ചു. അല്ലെങ്കിൽ നമ്മൾ ആ മാന്യതയുടെ നടുവിൽ നമ്മൾ കൂടുതലും അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് പകരം ഭൗതികമായ കാര്യങ്ങളിലേക്ക് മുൻതൂക്കം കൊടുത്ത് പലപ്പോഴും അല്ലെങ്കിൽ ആ പ്രഭാത പ്രാർത്ഥനകളും കുടുംബ പ്രാർത്ഥനകളും ഒക്കെ അന്യം നിന്നു പോയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലല്ലേ ഞാനും നിങ്ങളും ജീവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പാട്രിക് പേറ്റൺ എന്ന് പറഞ്ഞ ഒരു ദൈവദാസൻ ഇങ്ങനെ പറയുന്നു, ഫാമിലി ഹു പ്രേ ടുഗദർ സ്റ്റേ ടുഗദർ. അല്ലെങ്കിൽ കൂടെ പ്രാർത്ഥിക്കുന്ന കുടുംബം കൂടെ താമസിക്കുന്നു എന്ന് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പലപ്പോഴും പല കുടുംബങ്ങളും ശിഥിലീകരിക്കപ്പെടുന്നതിന്റെ കാരണം അല്ലെങ്കിൽ കുടുംബ പ്രാർത്ഥനകൾ നഷ്ടപ്പെടുന്നത് കൊണ്ടല്ലേ. ഇന്ന് രാത്രി കാലം നമുക്ക് മടങ്ങി വരാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അഞ്ചാമതായിട്ട് ഒതുക്കപ്പെടലിന്റെ തടവറ. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ നമ്മൾ നമ്മളെ ദർശനത്തിന് വേണ്ടി മുന്നോട്ട് പോകും. നമ്മൾ യോസെഫിനെ കാണുമ്പോൾ അല്ലെങ്കിൽ യോസെഫ് തന്റെ ദർശനത്തിന് വേണ്ടി മുൻപോട്ട് പോയപ്പോൾ തന്നെ ആദ്യം എതിർത്തത് തന്റെ മാതാപിതാക്കളും സഹോദരന്മാരുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ അതുപോലെ നമ്മളും നമ്മുടെ ദർശനത്തിന് വേണ്ടി നമ്മളെ മുൻപോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ശാപവാക്കുകളാലും നിന്ദകളാലും പരിഹാസങ്ങളാലും നമ്മുടെ കഴിവിനെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു ഒതുക്കപ്പെടൽ തടവറ ഞാനും നിങ്ങളും നേരിട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഇന്ന് രാത്രികാലം ആ ഒതുക്കപ്പെടൽ തടവറകളുടെ നടുവിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാൻ ഞാനും നിങ്ങളും തയ്യാറായാൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ആറാമതായിട്ട് ഒരുക്കപ്പെടലിന്റെ തടവറ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് ദൈവം നമുക്ക് തരുന്ന ഒരു പ്രിപ്പറേഷൻ ആണ്. ദ പ്രിസൺ ഓഫ് പ്രിപ്പറേഷൻ. മോശയുടെ ജീവിതം നാം പഠിക്കുമ്പോൾ മോശ ജനിച്ചപ്പോൾ തൊട്ട് 40 വർഷം വരെ അല്ലെങ്കിൽ കൊട്ടാരത്തിൽ താമസിച്ചു. അല്ലെങ്കിൽ ശുഭിതനായിരുന്ന കോപശീലനായിരുന്ന മോശയിൽ നിന്ന് 40 വർഷത്തെ അല്ലെങ്കിൽ മരുഭൂമി പ്രയാണത്തിൽ അല്ലെങ്കിൽ മിദ്യാനിൽ യിത്രോവിന്റെ വീട്ടിൽ ചെന്ന് അല്ലെങ്കിൽ 40 വർഷം താമസിച്ചു കഴിഞ്ഞപ്പോൾ സൗമ്യനായ മോശയായി തീർന്നു. അതായിരുന്നു യോസെഫിന്റെ ഒരു പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. മോശയെ പ്രിപ്പയർ ചെയ്യുന്നു എന്ന് പറയുന്നത്. അതുപോലെ ശമൂവേലിന്റെ പുസ്തകം 17:30 1 ശമൂവേൽ 17:33 നമ്മളിങ്ങനെ വായിക്കുന്നു, ദാവീദ് ഗോലിയാത്തിനോട് യുദ്ധം ചെയ്യാൻ ചെല്ലുമ്പോൾ അവൻ ബാലനല്ലോ എന്ന് പറയുന്ന നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ 2 ശമൂവേൽ 17 അധ്യായത്തിൽ അബ്ശലോമിനോട് അബീശായ് പറയുന്നു അവൻ യോദ്ധാവാണെന്ന്. അല്ലെങ്കിൽ ബാലനായ ദാവീദിൽ നിന്ന് ദൈവം യോദ്ധാവായ ദാവീദാക്കി തീർത്തു. ലൈക്ക് അതാണ് ദൈവത്തിന്റെ പ്രിപ്പറേഷൻ. ഇന്ന് രാത്രികാലം എന്നെയും നിങ്ങളെയും ദൈവസന്നിധിയിൽ ഒന്ന് ഒരുക്കപ്പെടുവാൻ ഏൽപ്പിച്ചു കൊടുത്താൽ അല്ലെങ്കിൽ നമ്മളെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ദൈവം അല്ലെങ്കിൽ നമ്മളെ ഒരുക്കിയെടുക്കുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നു. ഇന്ന് രാത്രികാലം നമ്മളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ. പ്രൈസ് ദി ലോർഡ്. And what shall we do? നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന്, നമ്മുടെ തിരഞ്ഞെടുപ്പിനെ നാം തിരിച്ചറിയണം. 2 പത്രോസ് 1:10 നമ്മളിങ്ങനെ വായിക്കുന്നു, അതുകൊണ്ട് സഹോദരന്മാരെ നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. വേദപുസ്തകം നാം പഠിക്കുമ്പോൾ അനേകം തിരഞ്ഞെടുക്കപ്പെട്ടവരെ നമുക്ക് കാണുവാൻ സാധിക്കും. അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ ഫെലിസ്ത്യരിൽ നിന്ന് ഇസ്രായേലിനെ വീണ്ടെടുക്കുവാൻ
ആത്മാവിന്റെ അത്യന്ത ശക്തി പകർന്ന ശിംശോൻ തന്റെ അഭിഷേകത്തിന്റെ ഔന്നിത്യത്തിൽ അല്ലല്ലേ ഒരു കഴുതയുടെ പച്ചത്താടിയിൽ കൊണ്ട് 1, 2, 3 എന്ന് പറഞ്ഞ 1000 ഫെലിസ്തരെ സംഹരിച്ചു. അല്ലെങ്കിൽ ആ പച്ചത്താടിയിൽ എറിഞ്ഞെടുത്ത ലേഹിയിൽ ഉറവ പുറപ്പെടുവിച്ച് തന്റെ ദാഹം തീർത്ത ശിംശോൻ. എന്നാൽ തന്റെ അഭിഷേകത്തെ, തന്റെ തിരഞ്ഞെടുപ്പിനെ അല്ലെങ്കിൽ ദലീലയുടെ മടുവിൽ അടിയറവ് വെച്ചു. പ്രൈസ് ദി ലോർഡ്. അതിന്റെ ഫലമായി തന്നെ നിത്യത നഷ്ടപ്പെട്ടു. മാത്രമല്ല ഇസ്രായേലിന് തന്റെ തിരഞ്ഞെടുപ്പിനെ നഷ്ടപ്പെടുത്തി, തന്നെ നിത്യത നഷ്ടപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ അതുപോലെ ലോകത്തെ സ്നേഹിച്ച് തന്റെ വിളിയെ ഉപേക്ഷിച്ച ദേമാസിനെ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ തന്റെ തിരഞ്ഞെടുപ്പിനെ ക്ഷമയോടെ വളരെ പക്വതയോടെയും സമീപിച്ചു അതിനെ നേടിയെടുത്ത ദാവീദിനെ, ദൈവത്തിന്റെ ഹൃദയപ്രകാരമായി തീർന്ന ദാവീദിനെ നമുക്ക് കാണുവാൻ സാധിക്കും. ഞാൻ ദാവീദിന്റെ ജീവിതത്തെ ഒന്ന് തൊടുവാൻ ആഗ്രഹിക്കുന്നു. സ്വന്തം മാതാപിതാക്കന്മാരോടും സഹോദരന്മാരെല്ലാം അവഗണിക്കപ്പെട്ട് അപ്പന്റെ ആടുകളെ മേയ്ക്കുവാൻ അവഗണിക്കപ്പെട്ട ദാവീദിന്റെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പും അഭിഷേകവും വന്നു. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യം, അവഗണിക്കപ്പെട്ട ദാവീദിന് ഒരു പോരാട്ടവും പ്രതിബന്ധവും ഒന്നുമില്ലായിരുന്നു. എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ട ദാവീദിനെ ഒന്ന് നോക്കണമേ. പ്രൈസ് ദി ലോർഡ്. അഭിഷേകം പ്രാപിച്ച ദാവീദിനെ ആടിനെ മേയ്ക്കുവാൻ ചെന്നപ്പോൾ ഒന്നാമത് ഒരു സിംഹവും പിന്നീട് ഒരു കരടിയും വരുന്നത് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. എന്നാൽ ദാവീദിന്റെ മേൽ പകർന്ന അഭിഷേകം അതിനെ അതിജീവിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. അതുപോലെ ദാവീദിന്റെ ജീവിതത്തിൽ അനേക പ്രതിബന്ധങ്ങളിൽ നിന്നും അവന്റെ അഭിഷേകത്താൽ അവൻ അതിനെ അതിജീവിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ദാവീദ് നമ്മൾ അതിജീവിക്കുന്നത് മാത്രമല്ല, അഭിഷേകത്തെ അതിജീവിക്കുന്നു. ദാവീദ് വളരെ പക്വതയോടെ നേരിട്ട അല്ലെങ്കിൽ തന്റെ പ്രതിബന്ധങ്ങളെ തന്റെ ക്ഷമയോടെയും പക്വതയോടെയും തന്റെ തിരഞ്ഞെടുപ്പിന് വേണ്ടി കാത്തിരുന്ന ഒരു വസ്തുത ഞാൻ രണ്ട് വസ്തുതകൾ തൊടുവാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. 2 സംഭവങ്ങൾ ഞാനൊന്ന് തൊടുവാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, എൻഗദി ഗുഹയിൽ വെച്ച് തന്റെ ശത്രുവായ ശൗലിനെ ശൗൽ അവിടെ കിടന്ന് ഉറങ്ങുന്നു എന്ന ദാവീദ് ഇപ്പുറത്തിരിക്കുന്നു. ദാവീദിന്റെ അനുയായികൾ ദാവീദിനോട് പറയുന്നു, ഇപ്പോഴാണ് തക്ക സമയം, ഈ ശൗലിനെ കൊന്ന നീയാണ് രാജാവ് എന്നൊക്കെ പറയുന്നു. എന്നാൽ അവിടെ ദാവീദ് പറയുന്ന ഒരു മറുപടിയാണ്, അല്ലെങ്കിൽ തന്റെ ശൗലിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലെടുത്തെങ്കിലും മനസാക്ഷി തോന്നുന്നു, എന്റെ ഈ ദൈവത്തിന്റെ അഭിഷേകത്തിനെ തൊടുവാൻ ദൈവം എന്നെ അനുവദിക്കരുതേ എന്ന് പറഞ്ഞുകൊണ്ട് തനിക്ക് എപ്പോഴാണോ ദൈവം അഭിഷേകം തരുന്നത് ആ ഒരു ദൈവത്തിന്റെ സമയത്തിനു വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദാവീദിനെ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. അതുപോലെ 2 ശമൂവേൽ 16-ാം അധ്യായത്തിൽ അബ്ശലോമിനെ പേടിച്ച് ബഹൂരിൽ വെച്ച് എത്തിയ ദാവീദിനെ ശൗലിന്റെ കുലത്തിൽപ്പെട്ട ശിമയി ശപിച്ചുകൊണ്ടും പുഴിവാരെറിഞ്ഞുകൊണ്ടും വരുന്നത് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. എന്നാൽ ദാവീദിന്റെ സൈന്യമുണ്ട്. ദാവീദിന്റെ സൈന്യത്തിലുള്ളവർ പറയുന്നു, ഞാൻ ഒറ്റ കുത്തിന് ഞാൻ ഇവനെ കൊന്നു കളഞ്ഞേക്കട്ടെ എന്ന് യോബാബും അബീശായും ഒക്കെ പറയുമ്പോൾ ദാവീദ് പറയുന്നു, ഇല്ല, നിങ്ങൾ അവനെ തുടരരുത്, അവനെ ദൈവം ശപിക്കുവാൻ ഏൽപ്പിച്ചിരിക്കുന്നു. എന്നാൽ ഈ ശാപത്തെ എനിക്ക് അനുഗ്രഹമാക്കി തീർക്കുന്ന ഒരു നാളെ എനിക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അതിനുവേണ്ടി കാത്തിരിക്കാൻ തയ്യാറാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം ദാവീദിനെ അനുഗ്രഹിക്കുന്ന നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ. ക്ഷമയോടെ നമ്മളും പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ജീവിതത്തിലും ഈ ഒരു സാഹചര്യങ്ങൾ വന്നാൽ പലപ്പോഴും നമ്മളും അത്ര ക്ഷമയോടെയും അല്ലെങ്കിൽ പക്വതയോടെയും പലപ്പോഴും നമ്മൾ സമീപിക്കാറില്ല. എന്നാൽ ഹല്ലേലൂയ, ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് നമുക്കുണ്ടെങ്കിൽ അത് പൂർത്തീകരണത്തിന് വേണ്ടി, ദൈവിക ദർശനത്തിന്റെ ഒരു പൂർത്തീകരണം നമ്മൾ നിറവേറണമെങ്കിൽ നമ്മളും പലപ്പോഴും ക്ഷമയും പക്വതയും കാണിക്കേണ്ടത് ആവശ്യമാണ്. ഇന്ന് രാത്രികാലം നമ്മുടെ ജീവിതം നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കാം. 1 പത്രോസ് 1:10 പറയുന്നത് പോലെ നമ്മുടെ തിരഞ്ഞെടുപ്പിനെ ഉറപ്പാക്കുവാൻ നാം അധികം ശ്രമിക്കുക. അല്ലെങ്കിൽ നമ്മുടെ തിരഞ്ഞെടുപ്പിനെ നമുക്ക് മുറുകെ പിടിക്കാം.
പ്രൈസ് ദി ലോർഡ്. രണ്ടാമതായിട്ട് നമ്മുടെ ദൈവത്തെ അറിയുക. പ്രൈസ് ദി ലോർഡ്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം. 1 ദിനവൃത്താന്തം 2 ദിനവൃത്താന്തം 20:6 1 ദിനവൃത്താന്തം 20:6 നമുക്ക് കാണുവാൻ സാധിക്കുന്നു. യഹോശാഫാത്തിനെതിരെ യുദ്ധമുണ്ടായപ്പോൾ യഹോശാഫാത്ത് അവിടെ 3 കാര്യങ്ങളാണ് ദൈവത്തെ അറിയുന്നത്. അല്ലെങ്കിൽ നമ്മൾ അതിന്റെ 20:6 പറയുന്നു, നോ യുവർ ഗോഡ്, നീ സകല രാജ്യങ്ങളെയും ഭരിക്കുന്ന ദൈവമാണ്. അതിന് 8ാമത്തെ വാക്യം, ഞങ്ങൾ സങ്കടത്തിൽ നിന്നോട് നിലവിളിക്കുമ്പോൾ നീ ഞങ്ങൾക്ക് മറുപടി തരുന്ന ദൈവമാണ്, തന്നിട്ടുള്ള ദൈവമാണ്. 4ാമതായിട്ട് അതിന്റെ 12ാമത്തെ വാക്യങ്ങൾ, നീ ഞങ്ങളെ വിടുവിക്കയില്ലയോ, ദൈവം ഞങ്ങളെ വിടുവിക്കും എന്നുള്ള ഒരു ഉറപ്പ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം നമ്മുടെ ദൈവത്തെ, അല്ലെങ്കിൽ നാം ദൈവത്തെ അറിയുവാൻ, നമ്മുടെ ദൈവം നമ്മളെ കഷ്ടതയിൽ, നമ്മുടെ സങ്കടങ്ങളിൽ നമ്മളെ വിടുവിക്കുന്ന ഒരു ദൈവം എന്ന് അറിയുവാൻ തക്കോണം, അല്ലെങ്കിൽ നമ്മളെ തന്നെ നാം ദൈവത്തെ ഒന്ന് അറിയുവാൻ, അല്ലെങ്കിൽ നമ്മുടെ കഷ്ടതയിൽ, അല്ലെങ്കിൽ നമ്മുടെ രോഗങ്ങളിൽ, അല്ലെങ്കിൽ അവൻ വൈദ്യനാണ്, അല്ലെങ്കിൽ നമ്മുടെ പ്രതിബന്ധങ്ങളിൽ അവൻ, അല്ലെങ്കിൽ നമുക്ക് വിടുതൽ നൽകുന്ന ദൈവമാണ്. അല്ലെങ്കിൽ നമുക്ക് ആ ദൈവത്തെ ഒന്ന് അറിയുവാൻ നമ്മളൊന്ന് ഉത്സാഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മൂന്നാമതായിട്ട് ആത്മീക അച്ചടക്കം നാം പ്രാപിക്കുക. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഒരു സ്കൂളിൽ അല്ലെങ്കിൽ ഒരു ജോലി സ്ഥലത്തോ ഒക്കെ പോകുമ്പോൾ ആ സ്കൂളിൽ പാലിക്കേണ്ടതും അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് പാലിക്കേണ്ടതൊക്കെ ആയിട്ടുള്ള അച്ചടക്കങ്ങൾ ഉണ്ട്, ഒരു ഡിസിപ്ലിൻ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. നാം സ്വർഗീയ വിളിയാൽ തിരഞ്ഞെടുക്കപ്പെട്ട സ്വർഗീയ സിറ്റിസൺസ് ആണ്. അല്ലെങ്കിൽ നമ്മൾ ആ സ്വർഗീയ സിറ്റിസൺസ് ആകുമ്പോൾ ആ സ്വർഗത്തിന് അനുയോജ്യമായ ഡിസിപ്ലിൻ പാലിക്കുവാൻ ഞാനും നിങ്ങളും ബാധ്യസ്ഥരാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ദാനിയേലിന്റെ പുസ്തകം പഠിക്കുമ്പോൾ ദാനിയേലിന്റെ ജീവിതം, ദാനിയേൽ ദർശനത്തെ പൂർത്തീകരിക്കുന്ന, അല്ലെങ്കിൽ ദാനിയേലിന്റെ ജീവിതത്തിൽ ദൈവം കൊടുത്ത ദർശനത്തെ ദാനിയേൽ പൂർത്തീകരിക്കുന്നു. ദാനിയേൽ തന്റെ ജീവിതത്തിൽ കാണിച്ചിട്ടുള്ള ചില അച്ചടക്കങ്ങളെ ഒക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. ദാനിയേൽ ജീവിതത്തിൽ പാലിച്ച ഒരു 3 അച്ചടക്കങ്ങളെ ഞാൻ തൊടുവാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായിട്ട് ദാനിയേൽ 1:8 നമ്മൾ വായിക്കുമ്പോൾ ദാനിയേൽ പറയുന്നു, തന്റെ ബാബിലോണിയ ആഹാരം വേണ്ട, ഞങ്ങൾക്ക് ഇതും നമ്മുടെ ആഹാരത്തോട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫിസിക്കൽ അപ്പറ്റൈറ്റ്, അല്ലെങ്കിൽ അതിനോട് ഒരു അതിർത്തി വരയ്ക്കുന്നത് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. രണ്ടാമതായിട്ട് ദാനിയേൽ തന്റെ ജ്ഞാനം, എനിക്ക് ഇത്രയും ജ്ഞാനമുള്ളൂ, എന്നാൽ നീ സകല ജ്ഞാനത്തിന്റെയും ഉറവിടമാണ്. 2:20 നമ്മൾ വായിക്കുന്നു, നീ സകല ജ്ഞാനത്തിന്റെ ഉറവിടമാണ്. അല്ലെങ്കിൽ നെബൂഖദ്നേസർ കണ്ട ദർശനം ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നത് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. മൂന്നാമതായിട്ട് ദാനിയേൽ തന്റെ ജീവിതത്തിൽ പ്രാർത്ഥന, അല്ലെങ്കിൽ എന്തു പ്രതികൂലങ്ങളും എന്ത് പ്രതിബന്ധങ്ങളും വന്നാലും, അല്ലെങ്കിൽ താൻ കിളിവാതികൾ തുറന്ന് 3 നേരം പ്രാർത്ഥിക്കുന്ന ഒരു ദാനിയേലിനെ നമുക്ക് കാണുവാൻ സാധിക്കും. അല്ലെങ്കിൽ ഈ ദാനിയേലിന്റെ ജീവിതത്തിൽ താൻ പാലിച്ച അച്ചടക്കം കൊണ്ട് ദാനിയേൽ തന്റെ ജീവിതത്തിൽ, അല്ലെങ്കിൽ തന്റെ ദർശനത്തെ പൂർത്തീകരിക്കുവാൻ തക്കൊണ്ട് ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അല്ലെങ്കിൽ നമ്മൾ നാലാമതായിട്ട് നമ്മുടെ യാഗപീഠത്തെ പണിയുക. രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം അതിന്റെ 30-31 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നപ്പോൾ, ഏലിയാവ് എന്റെ അടുക്കൽ വരുവിനെന്ന് സർവ്വജനത്തോടും പറഞ്ഞു, സർവ്വജനവും അവന്റെ അടുക്കൽ വന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ദാനിയേല് തന്റെ ഏലിയാവ് തന്റെ യാഗപീഠത്തെ പണിയുന്നത് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. ഏലിയാവ് ഒന്നാമതായി ചെയ്തത് യാഗപീഠത്തെ റിപ്പയർ ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രമാണമനുസരിച്ച് കല്ലുകൾ നിരത്തി. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ തടവറ സൃഷ്ടിക്കുന്ന ഒരു കാരണമാണ് നമ്മുടെ ആരാധന, നമ്മുടെ യാഗപീഠം, നമ്മുടെ കാലഹരണത്തിൽ ജീർണിച്ചു പോയിരിക്കുന്ന നമ്മുടെ ആരാധന, നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ജീവിതത്തിലെ പ്രാർത്ഥനാ ജീവിതം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലല്ലേ നാം ഇന്ന് രാത്രികാലം ജീവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ നമ്മളൊന്ന് റീസ്റ്റോർ ചെയ്യുവാൻ, നമ്മുടെ യാഗപീഠത്തെ ഒന്ന് റീസ്റ്റോർ ചെയ്യുവാൻ ഞാനും നിങ്ങളും തയ്യാറായാൽ, അല്ലെങ്കിൽ നമ്മുടെ യാഗപീഠത്തിൽ, അല്ലെങ്കിൽ ജാതികളുടെ നടുവിൽ, അല്ലെങ്കിൽ ദൈവത്തിന്റെ തീ ഇറക്കി നമ്മളെ വിടുവിക്കുവാൻ ശക്തനായവൻ നമ്മുടെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇന്ന് രാത്രികാലം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ നാം തയ്യാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്.
ഞാൻ പറഞ്ഞിട്ട് നമ്മുടെ ജഡത്തെ ഒന്ന് ക്രൂശിക്കുക. എഫേസ്യർ 4:22-24 വാക്യങ്ങൾ ഇങ്ങനെ വയ്ക്കുന്നു. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയും പരിശുദ്ധിയും ദൈവരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുവീൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിലെ ഒരു ഉയർപ്പുണ്ടാകണമെങ്കിൽ നമ്മളൊരു ക്രൂശീകരണത്തിന് തയ്യാറാകണം. നമ്മൾ പലപ്പോഴും ഈ കാലഘട്ടത്തിലെ വിശ്വാസികൾ പലപ്പോഴും ക്രൂശിന്റെ മുമ്പിൽ നിൽക്കുന്നവരാണ്. എന്നാൽ ക്രൂശീകരണത്തിന് അല്ലെങ്കിൽ നമ്മളൊന്ന് ക്രൂശീകരിക്കുവാൻ പലപ്പോഴും നമ്മുടെ ജഡാഭിലാഷത്തെ അല്ലെങ്കിൽ ജഡത്തിന്റെ ഇച്ഛകളെ ഒന്ന് ക്രൂശിക്കുവാൻ ഞാനും നിങ്ങളും തയ്യാറാകുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ മർത്യമായത് അമർത്യത്തോടും അല്ലെങ്കിൽ പ്രാപിക്കണമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഒന്ന് ക്രൂശീകരിക്കുവാൻ തയ്യാറാകണം. ക്രൂശീകരണം ഉണ്ടെങ്കിലേ ഉയർത്തെഴുന്നേൽപ്പുള്ളൂ. അല്ലെങ്കിൽ ഇന്ന് രാത്രി കാലം നമ്മുടെ ജീവിതത്തെ അല്ലെങ്കിൽ നമ്മുടെ ലോക സ്നേഹത്തോട് എതിരായി ഒന്ന് ക്രൂശിക്കുവാൻ തയ്യാറായാൽ അല്ലെങ്കിൽ നമുക്ക് ദൈവം ഒരു ഉയർപ്പ് നൽകിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇന്ന് രാത്രി കാലം നമ്മളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ നാം തയ്യാറാകട്ടെ. ആറാമതായിട്ട് നമ്മുടെ തടവറയിൽ ദൈവത്തെ ആരാധിക്കുക. അപ്പോസ്തലപ്രവൃത്തി 16:24-26 വാക്യങ്ങൾ നമ്മളിങ്ങനെ വായിക്കുന്നു. അവരിങ്ങനെയുള്ള കൽപ്പന കിട്ടുകയാൽ അവരകത്തെ തടവറയിലാക്കി അവരുടെ കാൽ ആമത്തിലിട്ട് പൂട്ടി. അർദ്ധരാത്രി പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു, ദൈവത്തെ പാടി സ്തുതിച്ചു. തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ശബ്ദമുണ്ടായി. ചരിത്രവും സാഹചര്യവും അറിയാവുന്നതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ച് വിവരിക്കുന്നില്ല. എന്നാൽ പൗലോസിനെ കുറിച്ച് പറയുമ്പോൾ ഏത് സാഹചര്യത്തിലും തന്നെ ഏൽപ്പിച്ച സുവിശേഷത്തിന്റെ ആത്മാവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ, ആരാധിക്കുവാൻ പൗലോസ് സന്നദ്ധനായിരുന്നു. തന്റെ കൂടെ ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ട പടയാളികളോട് വരെ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവും സുവിശേഷവും പറയുവാൻ പൗലോസ് തയ്യാറായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ ഏത് സാഹചര്യത്തിലും ദൈവത്തെ ആരാധിക്കുവാൻ നമ്മളെ നമ്മുടെ തിരഞ്ഞെടുപ്പ് നമ്മൾ അറിയുവാൻ തയ്യാറായാൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി, ദൈവത്തിന്റെ വിടുതൽ വെളിപ്പെടുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം നമ്മുടെ തടവറയിൽ നമ്മളെ ഒന്ന് ആരാധിക്കുവാൻ, നമ്മുടെ വിളിയെ ഒന്ന് തിരിച്ചറിയുവാൻ നാം തയ്യാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഒടുവിലായിട്ട് ദൈവാത്മാവ് എന്നെ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ, വേദപുസ്തകം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവിനെ വളരെ ചിന്തിപ്പിച്ച ഒരു കാര്യമാണ് ഇത്. സദൃശ്യവാക്യം 24:10 നമ്മളിങ്ങനെ വായിക്കുന്നു. നാം കഷ്ടകാലത്ത് കുഴഞ്ഞുപോയ നിന്റെ ബലം കൊണ്ട് എന്ത് പ്രയോജനം? പ്രൈസ് ദി ലോർഡ്. കഷ്ടകാലത്ത് കുഴഞ്ഞുപോയാൽ അല്ലെങ്കിൽ നമ്മുടെ ബലം നഷ്ടമാണ്. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലും അനേക പ്രയാസങ്ങളും പ്രതികൂലങ്ങളും പ്രതിബന്ധങ്ങളും വരാം. നമ്മുടെ ജീവിതത്തിൽ അനേക തടവറകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ? പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഇന്ന് രാത്രികാലം നമ്മൾ ഒരു വിടുതലിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുവാൻ നമ്മളെന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിലെ തടവറകളെ അല്ലെങ്കിൽ നമ്മുടെ ദർശനത്തെ പൂർത്തീകരിക്കുവാൻ കഴിയാതെ വണ്ണം, എന്റെയും നിങ്ങളുടെയും തിരഞ്ഞെടുപ്പിനെ പൂർത്തീകരിക്കുവാൻ കഴിയാതെ വണ്ണം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലുള്ള തടവറകളെ നമുക്കൊന്ന് തിരിച്ചറിയാം. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നമ്മൾ അനീതിയുടെ തടവറയിലാണോ അകപ്പെട്ടിരിക്കുന്നത്? നിന്ദയുടെ അല്ലെങ്കിൽ ജഡാഭിലാഷത്തിന്റെ അല്ലെങ്കിൽ ലോക സ്നേഹത്തിന്റെ തടവറ അല്ലെങ്കിൽ സാഹചര്യങ്ങളുടെ തടവറയിൽ നാം അകപ്പെട്ടിരിക്കുന്നു? അതോ ഒതുക്കപ്പെടലിന്റെ തടവറയിലാണോ? അല്ലെങ്കിൽ അതോ ഒരുക്കപ്പെടലിന്റെ തടവറയിലാണോ? ഇന്ന് രാത്രി കാലം എന്നെയും നിങ്ങളെന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ നാം തയ്യാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ചുരുങ്ങിയ നിമിഷം കൊണ്ട് വളരെ വേഗത്തിലാണ് ഈ വചനം പറഞ്ഞത്. നമ്മളെന്നാൽ ദൈവം നമ്മളോട് ഇടപെടുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് രാത്രികാലം നമ്മളെന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ നാം തയ്യാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നിലും ശക്തർ, എന്നിലും ഭക്തർ വീണു തകർന്ന ഈ പോർക്കളത്തിൽ നമ്മൾ അനേക അസ്ഥികൂടങ്ങൾ നമ്മൾ കാണുന്നു. എന്നാൽ എന്നെയും നിങ്ങളെയും വിളിച്ച വിളി എന്നിലും നിങ്ങളിലും പൂർത്തീകരിക്കുവാൻ തക്കണം. നമ്മുടെ തടവറകളെ അതിജീവിക്കുവാൻ ഒരു അത്യന്ത ശക്തി എനിക്കും നിങ്ങൾക്കും ആവശ്യമാണ്.
നമ്മളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്കൊരു വിടുതലിന് വേണ്ടി പ്രൈസ് ദി ലോർഡ്. അനേകർ ഹല്ലേലൂയ തങ്ങളുടെ ജീവിതത്തിലെ ദർശനത്തെ പൂർത്തീകരിക്കുവാൻ കഴിയാതെ വേണം അനേകർ അകപ്പെട്ടിരിക്കുന്ന തടവറകളിൽ നിന്ന് ഇന്ന് രാത്രികാലം ഒരു വിടുതൽ ലഭിക്കുവാൻ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നിലും ഭക്തർ എന്നിലും ശക്തർ വീണു തകർന്നീ പോർക്കളത്തിൽ. എന്നിലും ഭക്തർ എന്നിലും ശക്തർ വീണു തകർന്നീ പോർക്കളത്തിൽ. കാണുന്നു ഞാനസ്ഥി കൂടങ്ങൾ ഭീകരം വീരപുമാൻകളിൽ വീണവരിൽ യാഹേ നീ എൻ ദൈവം വാഴ്ത്തും ഞാൻ നിന്നെ സുസ്ഥിർഹമേ തവ നാമം. ഹല്ലേലൂയ. ഞങ്ങളുടെ ദൈവം കർത്താവേ, ഇന്ന് രാത്രികാലം ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്ന വചനത്തിനായി സ്തോത്രം കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വിടുതൽ, ഞങ്ങൾ അലകപ്പെട്ടിരിക്കുന്ന തടവറകളുടെ നടുവിൽ കർത്താവെ ഒരു വിടുതൽ ലഭിക്കുവാൻ, വിടുതൽ നൽകുവാൻ അങ്ങ് ശക്തനാണല്ലോ. ഞങ്ങളെ ഏൽപ്പിച്ചു തരുന്നു കർത്താവെ. ഞങ്ങൾക്കൊരു വിടുതൽ നൽകി തന്നാട്ടെ. ഞങ്ങളുടെ ദർശനത്തെ കർത്താവെ, ഞങ്ങളുടെ വിളിയെ, ഞങ്ങളുടെ തിരഞ്ഞെടുപ്പെ ഞങ്ങളിൽ പൂർത്തീകരിക്കുവാൻ കഴിയാതെ വണ്ണം അല്ലെങ്കിൽ ഞങ്ങളെ തടഞ്ഞു വെച്ചിരിക്കുന്ന തടവറകളെ അതിജീവിക്കുവാനുള്ള അത്യന്ത ശക്തി ഞങ്ങളുടെ മേൽ ഈ പ്രാർത്ഥിക്കുന്ന നിമിഷത്തിൽ ഞങ്ങളുടെ മേൽ പകരുമാറാകണമേ. ഞങ്ങളെ ഏൽപ്പിച്ചു തരുന്നു. സർവമാനം മഹത്വപ്പച്ചനെടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. പ്രയോജനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.